രാജ്യത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ വർദ്ധിപ്പിച്ചു. 19 കിലോ സിലിണ്ടറിന്റെ വില 993 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ കേരളത്തിലും ഡൽഹിയിലും സിലിണ്ടറിന്റെ വില 3000-ന് മുകളിലെത്തി. 5 കിലോ LPG സിലിണ്ടറിന്റെ വിലയും കൂട്ടിയിട്ടുണ്ട്. സിലിണ്ടറിന് 261 രൂപയാണ് വർദ്ധിപ്പിച്ചത്. റഷീദ് ബിൻ മുഹമ്മദിന്റെ വിവരങ്ങൾ നൽകാൻ. റഷീദ്, ഇത്രയും വില കൂടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് വാണിജ്യ സിലിണ്ടറാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കാനൊന്നും കഴിയില്ല. കാരണം സർവ്വ ഹോട്ടലുകളിലും മറ്റും ഒക്കെ ഉപയോഗിക്കുന്നത് ഇത്തരം സിലിണ്ടറുകളാണ്. സ്വാഭാവികമായും ഇത് ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിക്കാനുള്ള സാധ്യതയിലേക്ക് കൂടിയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ വില വർധനവ് ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തോതിൽ വില കൂട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? റഷീദ്, വാണിജ്യ സിലിണ്ടറിന്റെ വില 3000 രൂപ കടന്നിരിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് വില കൂട്ടുന്നത്. ഗാർഹിക സിലിണ്ടറുകളുടെ വില കൂട്ടിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ വാണിജ്യ സിലിണ്ടറുകളുടെ വിലയും സാധാരണക്കാരനെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഹോട്ടലുകളൊക്കെ പാചകത്തിന് ഉപയോഗിക്കുന്നത് വാണിജ്യ സിലിണ്ടറുകളാണ്. വാണിജ്യ സിലിണ്ടറിന് വില കൂടിയതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ഭക്ഷണത്തിന് വില കൂടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കും എന്ന കാര്യവും ഉറപ്പാണ്. കൊച്ചിയിൽ 3085 രൂപയാണ് വില. കോഴിക്കോട് 3117 രൂപ 50 പൈസയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില. റഷീദ് ബിൻ മുഹമ്മദാണ് ചേരുന്നത്. റഷീദ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ വാണിജ്യ സിലിണ്ടറിന് 993 രൂപ വരെയാണ് കൂട്ടിയിരിക്കുന്നത്. അതായത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കാൻ പോവുകയാണ് ഈ വിലക്കയറ്റം. സർക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു വർധനവ് വാണിജ്യ സിലിണ്ടറിന് ഉണ്ടാക്കിയിരിക്കുന്നത്? നൗഫൽ, വാണിജ്യ സിലിണ്ടർ വില വർധനവിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം കേന്ദ്ര സർക്കാർ ഇതുവരെയും നൽകിയിട്ടില്ല. പക്ഷേ ആഭ്യന്തര തലത്തിലുള്ള വിതരണത്തിനടക്കം കയറ്റുമതിക്ക് ഇത്തരത്തിൽ തീരുവ കുറച്ചുകൊണ്ടൊരു നടപടിയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഇരുട്ടടി ആയിക്കൊണ്ടാണ് ഭീമമായിട്ടുള്ള തുക ഒറ്റയടിക്ക് വാണിജ്യ സിലിണ്ടറുകൾക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 993 രൂപയാണ് ഇന്ന് രാജ്യത്തെ സിലിണ്ടറുകൾക്ക് വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി ഡൽഹിയിൽ മാത്രം 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറുകൾക്ക് 3071.50 പൈസയായും ഉയർന്നിരിക്കുകയാണ്. മറ്റ് നഗരങ്ങളിലെ കണക്കുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ മുംബൈയിൽ ഇത് 3024 വർദ്ധിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിൽ 3202 അതോടൊപ്പം ചെന്നൈ 3237 വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി കേരളത്തിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കൊച്ചിയിൽ ഇത് 3106 രൂപയായും തിരുവനന്തപുരത്തെ 3128 രൂപയായും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധനവ് അത് സാരമായി തന്നെ വാണിജ്യ മേഖലയെ ബാധിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും ചെറുകിട മേഖലകളിൽ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാകും. നമുക്കറിയാം, നിലവിൽ 70% മാത്രമാണ് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ശേഷം വാണിജ്യ സിലിണ്ടറുകൾ രാജ്യത്തെ വിവിധ മേഖലകളിലേക്ക് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ വാണിജ്യ സിലിണ്ടറുകൾ ക്ഷാമം തുടരുന്നു എന്നുള്ള പരാതികൾ ഇത്തരത്തിൽ റെസ്റ്റോറന്റ് ഉടമകളുടെയും ഹോട്ടൽ ഉടമകളുടെയും ഒക്കെ തന്നെ ഭാഗത്ത് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വില വർധനവ് അത് വാണിജ്യ മേഖലയെ, പ്രത്യേകിച്ചും റെസ്റ്റോറന്റ് മേഖലയെ വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ്. എന്തായാലും ഉപഭോഗം വർദ്ധിക്കുന്നതോടു കൂടി തന്നെ ഈ കരിഞ്ചന്ത അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതോടൊപ്പം ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിലയും സമാനമായിട്ടുള്ള രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യും. നമുക്കറിയാം, രാജ്യത്തിന്റെ വിവിധ മേഖല, കേരളത്തിലടക്കം ഇന്ന് 20 രൂപ വരെയാണ് ഒരു ചായയുടെ വില എന്ന് പറയുന്നത്. എന്തായാലും ഇത് വലിയ തോതിലേക്ക് വർദ്ധിക്കാനുള്ള സാധ്യത കൂടിയാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും കനത്ത തിരിച്ചടി ഹോട്ടൽ മേഖലകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. നിലവിൽ രാജ്യത്ത് പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിക്കുകയും ഈ LPG സിലിണ്ടറിൽ വലിയ ക്ഷാമം നേരിടുകയും ചെയ്തതോടുകൂടി 40% ഹോട്ടലുകളാണ് അടച്ചുപൂട്ടിയെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ഹോട്ടലുകൾ ഇത്തരത്തിൽ പ്രതിസന്ധിയിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ്. ഡൽഹിയിലടക്കം ഇത്തരത്തിൽ സമാനമായിട്ടുള്ള രീതിയിൽ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. അതേസമയം കരിഞ്ചന്ത അടക്കമുള്ള കാര്യങ്ങളിലേക്കും ഇനി കടക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ വലിയ പ്രത്യാഘാതം ഇതിനെ തുടർന്ന് ഉണ്ടാകും. സ്വാഭാവികമായും വലിയ വർധനവാണ് ഉണ്ടായത്. അത് വലിയ പ്രത്യാഘാതം തന്നെയാണ് നമ്മുടെ മേഖലയിൽ ഉണ്ടാക്കുക.